എക്സിറ്റ് പോളുകൾക്ക് പിറ്റേ ദിവസം അവകാശവാദങ്ങളും സന്തോഷപ്രകടനവും, എന്നാൽ അതൊന്നും ശരിയല്ല എന്ന് തുടങ്ങിയിട്ടുള്ള സംസാരങ്ങളുമായി പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. 350-ലധികം സീറ്റുകൾ, ഒരുപക്ഷെ 400 എന്ന പ്രവചനം BJPയും സഖ്യപാർട്ടികളും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേട്ടമാണ് ഇത് എന്ന് BJP നേതാക്കൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. जिस पार्टी को लोग उत्तर भारत की पार्टी कहते थे, आज दक्षिण भारत में अपना प्रदर्शन, पुरजोर प्रदर्शन नरेंद्र मोदी का हुआ है. എന്നാൽ 295 സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് സഖ്യപാർട്ടികൾ ഉള്ളത്. 4-ാം തീയതി നിലവിലുള്ള പ്രധാനമന്ത്രിക്ക് യാത്രയയപ്പ് നൽകുമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ഈ 295 സീറ്റ് എന്ന് പറയുന്നത് 40 സീറ്റുകൾ ഉത്തർപ്രദേശിൽ, ഒപ്പം 31 സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസും ഇടത് കോൺഗ്രസ് സഖ്യവും ചേർന്ന് ബംഗാളിൽ, തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ചേർന്ന് 40 സീറ്റുകൾ എന്നെല്ലാം കണക്ക് കൂട്ടുന്നുണ്ട് ഇന്ത്യ സഖ്യം. മാത്രവുമല്ല, 150 ജില്ലാ മജിസ്ട്രേറ്റുമാരെ അമിത്ഷാ വിളിച്ച് സംസാരിച്ചു. ഇത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്നെല്ലാം കോൺഗ്രസും മറ്റു പാർട്ടികളും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിലിലേക്ക് മടങ്ങുകയാണ്. അതിനു മുൻപായി ഇന്ത്യ സഖ്യ നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കാണാനുള്ള അവസരം വേണമെന്ന ആവശ്യം കോൺഗ്രസും മറ്റു പാർട്ടികളും ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, കോൺഗ്രസ് വളരെ നിർണായകമായ യോഗം ഡൽഹിയിൽ ചേർന്നു. രാഹുൽ ഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും KC വേണുഗോപാലും കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനത്തെത്തി സ്ഥാനാർത്ഥികളുമായും ഒപ്പം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടും കൂടിക്കാഴ്ച ഓൺലൈനായി നടത്തി വിവരങ്ങൾ ആരായുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വീണ്ടും അധികാരത്തിലെത്തുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ NDA മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ സഖ്യം 295 എന്ന സംഖ്യ ഉയർത്തി കാണിക്കുന്നു. 2 ദിവസം കൂടി കാത്തിരിക്കാമെന്ന് പല നേതാക്കളും പറയുന്നുണ്ട്. മോദി ജയിക്കില്ല, അങ്ങനെ ജയിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് കരുതേണ്ടി വരുമെന്നാണ് RJD നേതാവ് മനോജ് ധായുടെ പ്രതികരണം. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.